വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. യോശുവ 24:15 വാക്യത്തിൻ്റെ അവസാന ഭാഗം. അവസാന ഭാഗം. ഞാനും എൻ്റെ കുടുംബവോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടെ പുതുവർഷത്തിൽ അങ്ങയുടെ ആലയത്തിൽ വന്ന് അങ്ങ് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ച സഹായിച്ച മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യും. വചന കേൾവിക്കായിട്ട് എൻ്റെ മക്കൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇവിടെയും പറയാൻ അപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മറ്റൊരു സന്തോഷം എനിക്കിവിടെ വന്നപ്പോൾ ഇന്ന് അനേക വസ്തുക്കളെ ഇന്ന് പ്രതിഷ്ഠിപ്പാനായിട്ട് ഇടയായത്. ആ പ്രതിഷ്ഠിച്ചപ്പോൾ ഞാൻ ഓർത്ത ഒരു വാക്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വേദഭാഗമുണ്ട്. അത് സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുന്നതല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 11 മുതലാണ് വായിക്കുന്നത്. ഞാൻ ഒരു ഭാഗം ഞാൻ വായിക്കാം. അപ്പോൾ യഹോവ യാഗപീഠം അഭിഷേകം ചെയ്ത 10-ാം വാക്യം മുതൽ, യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിന് മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങൾ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താൻ തന്നെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദാ ഗോത്രത്തിൽ അമ്മീദാദാവിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണ. അവ രണ്ടും ഭോജനയാഗത്തിന് എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാടുകൾ, ആട്ടിൻകുട്ടി. ഇത് അമ്മീദാദാവിൻ്റെ മകനായ നഹശോന്റെ വഴിപാട്. ഓരോ ഭക്തന്മാരും യഹോവയുടെ ആലയത്തിൽ വഴിപാട് കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനിത് ഇന്നിപ്പോൾ ഒത്തിരി സാധനങ്ങൾ പ്രതിഷ്ഠിച്ചു. വായനാപീഠം പ്രതിഷ്ഠിച്ചു, മൈക്രോഫോൺ പ്രതിഷ്ഠിച്ചു, കർത്തൃമേശ പ്രതിഷ്ഠിച്ചു, റീഡിംഗ് സ്റ്റാൻഡ് പ്രതിഷ്ഠിച്ചു, എപ്പിസ്കോപ്പൽ ചെയർ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഓരോ ഐറ്റങ്ങൾ പ്രതിഷ്ഠിച്ചപ്പോൾ ഞാൻ ഓർത്തു ഈ കാര്യമാണ് ഓർത്തത്. നമ്മൾ തിരുവചനം വായിച്ചു നോക്കുമ്പോൾ ദേവാലയത്തിലെ ഓരോരോ ഉപകരണങ്ങളെല്ലാം അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും ഇപ്രകാരം ദൈവഭക്തന്മാര് അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചും സ്വമേധയായും സമർപ്പിക്കപ്പെട്ട സാധനങ്ങളാണെന്ന് കാണുവാൻ സാധിക്കും. അവർക്കതെല്ലാം അനുഗ്രഹമായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മരുഭൂമിയിലാണ് സമർപ്പണം എന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ മരുഭൂമി യാത്രയിലാണ് ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചത്. മരുഭൂമിയിൽ അവർക്ക് തന്നെ കിട്ടാനല്ലേ, മരുഭൂമിയിലൊന്നും കിട്ടാനില്ല, പക്ഷെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചരിത്രം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ വളരെയധികം സമ്പത്തുമായിട്ട് അവർ പോകുന്നതാണ് പറഞ്ഞത്. ഒരു വാക്കോടെ പറഞ്ഞു, അവരെ കൊള്ളയടിച്ചു എന്നാണ് പറഞ്ഞത്. എത്ര വർഷം അവരെ പീഡിപ്പിച്ചുവോ അത്രമാത്രം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി. കൊള്ള എന്ന് പറഞ്ഞാൽ ചോദിക്കാത്തതും കൊടുത്തു എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ചോദിച്ചതും ചോദിക്കാത്തതും കൊടുത്തു, നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞയച്ചു. അങ്ങനെ വളരെ സമ്പത്തോടുകൂടി അവർ പോന്നു.
ആ സമ്പത്തിൽ നിന്നാണ് എന്ത് ഇവർ കൊടുത്തതെന്ന് കാണുവാൻ സാധിക്കും. അത് സന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം. അതുകൊണ്ട് ഇനിയാണെങ്കിലും എന്ത് ചെയ്തോളുക, സന്മനസ്സോടെ എന്ത് ചെയ്യുക, കൊടുക്കുക. നല്ല മനസ്സോടെ കൊടുക്കുന്നവരെ എന്നാ ചെയ്യുന്നു? പിള്ളേർ പറഞ്ഞ് നല്ല മനസ്സോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കും. വെരി സിമ്പിൾ അല്ലേ? നല്ല മനസ്സോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കും. നല്ല മനസ്സോടെ എന്ത് ചെയ്യുക, അർപ്പണങ്ങൾ അർപ്പിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കും. അത് ഞാൻ ഇന്ന് ഇത് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് തിരികെ വരട്ടെ. ഇവിടെ യോശുവ ഇസ്രായേൽ മക്കളെ കനാൻ നാട്ടിൽ കൊണ്ടുപോയി കുടിയിരുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, അല്ലെങ്കിൽ മോശയുടെ കൽപ്പന പ്രകാരം യോശുവ ബാക്കിയുള്ള 9 ഗോത്രങ്ങൾക്ക് ഭൂമി വിഭാഗിച്ചു, ചീട്ടിട്ട് കൊടുത്തു. അതിനുശേഷം യോശുവ പറയാണ്, ഞാൻ വയസ്സ് ചെന്നു ഒത്തിരി പ്രായമുള്ളവനായി, 110 വയസ്സ് ഞാൻ ഒത്തിരി പ്രായമുള്ളവനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ കാര്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ എന്ത് ചെയ്യണം, പ്രമാണിക്കണം. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്നവർക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഒരു കല്ലെടുത്ത് നാട്ടിയ കല്ലിൽ ഈ കൽപ്പനകളെല്ലാം എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കല്ല് സാക്ഷിയാണെന്ന് അവിടെ പറയുന്നത് കാണുവാൻ സാധിക്കും. അതിനുശേഷം യോശുവ പറയാണ്, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുക്കണം. അദ്ദേഹം മരിക്കാനായിട്ട് പോവാണ്, ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കാൻ പോവാണ്. ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് നിങ്ങളെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ആരെ സേവിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തിരഞ്ഞെടുക്കണം. എന്തൊക്കെ വന്നാലും ഞാനും എൻ്റെ കുടുംബം എന്ത് ചെയ്യും, ഞങ്ങളെ യഹോവയെ സേവിക്കും. നമ്മൾ വളരെ നമുക്ക് സുപരിചിതമായൊരു വാക്യമാണ്. പക്ഷെ അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതിൻ്റെ അപ്പുറം ഇപ്പുറം നമുക്ക് അറിയത്തില്ല. അതാണ് അതിന്റെ ചരിത്രം. നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പറഞ്ഞിരിക്കുന്നതാണ്, ഒന്നെങ്കിൽ നിങ്ങൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിങ്ങളെ വളരെ വളരെ അത്ഭുതകരമായി വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയാകുന്ന ദൈവത്തെ നിങ്ങൾ സേവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പാർക്കുന്ന ഈ പ്രദേശത്ത് നിങ്ങൾ ആരാധിക്കുന്ന യഹോവയാകുന്ന ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന ആൾക്കാരാണ് മുഴുവനും, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ ജാതികളും. അതുകൊണ്ട് ആ മുഴുവൻ ജാതികളും ആരാധിക്കുന്ന മറ്റ് ഇതര വിശ്വാസത്തിലുള്ള ദേവന്മാരെയോ അതുപോലെ അസേര പ്രതിഷ്ഠയോ ബാലഗ്രഹങ്ങളെയോ ആരാധിക്കണമെങ്കിൽ സേവിക്കണമെങ്കിൽ അവരെ സേവിച്ചുകൊള്ളുക. ഒന്നെങ്കിൽ നിങ്ങളെ വിടുവിച്ച് അത്ഭുതമായി നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ഈ കനാൻ നാട് നിങ്ങൾക്ക് കനാൻ നാട്ടിൽ കൊണ്ടുവന്ന ദൈവത്തെ സേവിക്കാം. അല്ലെങ്കിൽ ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള ജാതികളുടെ ദൈവങ്ങളെ നിങ്ങൾക്ക് ദേവന്മാരെ സേവിക്കാം, ആരാധിക്കാം, യാഗപീഠങ്ങൾ പണിയാം, യാഗം കഴിക്കാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിലവർ പറയുന്നുണ്ട്, വീണ്ടും അവർ പറയണം, ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ അവനെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുപ്പത്തിന് ശേഷം യോശുവ യാത്ര പറയുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷ വേദഭാഗം നമ്മൾ വായിച്ചപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞ ആധാരവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് താൻ ആരാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ഉം 14-ഉം വാക്യങ്ങളാണല്ലോ ഞാൻ വായിച്ചത്. അവിടെ ഒരു നല്ല ഇടയനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവനെ കൊടുക്കുന്നു എന്ന് അവിടെ പറഞ്ഞു. 14-ാം വാക്യത്തിൽ ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. 11-ാം വാക്യം, ഞാൻ നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവനെ കൊടുക്കുന്നു. കർത്താവാണ് ഒരു നല്ല ഇടയൻ. അതിനു മുമ്പ് വന്ന ഇടയന്മാരെ കുറിച്ചൊക്കെയും അവിടെ വളരെ വ്യക്തവും ക്രിസ്തുവുമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കലണ്ടർ അനുസരിച്ചുള്ള ചിന്താവിഷയം കർത്താവ് ഒരുവൻ എന്നുള്ളതാണ്. ഒറ്റ സ്നാനവും ഒറ്റ കർത്താവും എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് ഉള്ളത്. ഒറ്റ കർത്താവ് എന്ന് പറഞ്ഞാൽ
എന്തായിരിക്കും? കർത്താവ് ഒരുവൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേശു കർത്താവ് എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ അവനത് പരിശുദ്ധാത്മാവിൽ അല്ലാതെ പറയാനായിട്ട് പറ്റത്തില്ല. യേശു കർത്താവ് എന്ന് ഒരുവിന് പറയണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിൽ അല്ലാതെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവനെ ശക്തീകരിച്ചിട്ടല്ലാതെ പറയാൻ പറ്റത്തില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണ് യേശു കർത്താവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? കർത്താവ് ഒരുവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലാക്കിയ ചരിത്രം നമുക്ക് കുറെ പേർക്കൊക്കെ നമുക്കറിയാം, സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയട്ടെ. ആ കാലഘട്ടങ്ങളിൽ, യേശുവിന്റെ കാലഘട്ടങ്ങളിൽ, തുറന്നുള്ള ശിഷ്യന്മാരുടെ കാലഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോകം അടക്കി ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തി കൈസർ ഭരണം നടത്തി വളരെ വലിയ ശ്രേഷ്ഠനായ രാജാവായി, ചക്രവർത്തിയായി അദ്ദേഹം ഭരണം നടത്തി അദ്ദേഹം ആൾക്കാർ അവനെ പുകഴ്ത്തി അവൻ ഒരു മനുഷ്യ രാജാവല്ല, അവനൊരു ദൈവമാണ് എന്ന് വരെ പറയത്തക്ക വണ്ണം എന്ത് ചെയ്തു? ആ ആരാധന, രാജാവിനുള്ള ഭക്തി ആരാധന കൂടി വന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ ലോർഡ് എന്നാണ്, ജീസസ് ലോർഡ് എന്നാണ്. കൈസർ ലോർഡ്, കൈസറാണ് കർത്താവ്, കൈസറാണ് ഉടമസ്ഥൻ, കൈസറാണ് എല്ലാത്തിനും എല്ലാം എന്ന് പറയുന്ന കാലഘട്ടത്താണ് ഈ പ്രസ്താവന വരുന്നത്. അവിടെ പറയാണ് യേശുവാണ് കർത്താവ്. കൈസറാണ് കർത്താവ് എന്ന് പറയുന്നിടത്താണ് യേശുവാണെന്ന് കർത്താവ് എന്ന് ഒരു കൂട്ടർ പറയും. കൈസറാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. വേറെ ആര് കർത്താവ് എന്ന് പറഞ്ഞാലും അവന്റെ കഴുത്തിന് മീതെ തല കാണത്തില്ല. അതാണ് അർത്ഥം. കൈസറാണ് രാജാവ് എന്ന് പറഞ്ഞാൽ, കൈസറാണ് ലോർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവന്റെ കഴുത്തിന്റെ മീതെ തല കാണും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യേശുവിന്റെ ശിഷ്യന്മാർ യേശു തന്നെ പറഞ്ഞതിന്, യേശുവിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട്, ദൈവം തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് യേശുവാണ് കർത്താവ്. യേശു കർത്താവ് ഒരുവൻ. നമ്മള് ലേഖനവേദഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, കർത്താവ് ഒരുവൻ, ഒറ്റ കർത്താവ്, വേറെ ഒരു കർത്താവില്ല. അത് തന്നെയാണ് ഇവിടെ യോശുവായും അതിനു മുമ്പ് ഇസ്രായേൽമക്കളെ കൊണ്ട് പറയിച്ചത്. യോശുവ അതിനെ പ്രഖ്യാപിച്ചത് യഹോവയാണ് ദൈവം, അവനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. ഇവിടെ പറയുന്നു, ശിഷ്യന്മാര് പറയുന്നു, യേശുവിന്റെ കാലഘട്ടങ്ങളിൽ പറയുന്നു യേശുവാണ് കർത്താവ് അല്ലെ. അതിന്റെ പിന്തുടർച്ചയാണ് നമ്മളെല്ലാവരും. നമ്മൾ പറയേണ്ടത് എന്ത് തന്നെ? യേശുവാണ് കർത്താവ് എന്നാണ് പറയുന്നത്. കർത്താവ് ഒരുവൻ. സ്നാനം എന്നവിടെ പറയുന്നു, അത് ചിന്താവിഷയമാണ്. നമ്മൾ ലേഖനവേദഭാഗം വായിച്ചപ്പോൾ അവിടെ അകത്തെ മനുഷ്യനായിട്ട് ശക്തിപ്പെടാനായിട്ട് പറയുന്നവർക്ക് കാണാൻ സാധിക്കും. അകത്തെ മനുഷ്യനെ അല്ലെങ്കിൽ ആത്മീയ മനുഷ്യനെ എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുക, ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലെ നമ്മുടെ മനുഷ്യാത്മാവിനെ ദൈവാത്മാവുമായി ഉള്ള ബന്ധത്തിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് ഒരുവൻ എന്ന് നമ്മൾ പറഞ്ഞു. സ്നാനം ഒന്ന്, ബാപ്തിസം ഒന്ന് എന്ന് പറയുന്നു. ഇത് എല്ലാം ആനുകാലികമായ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും. കർത്താവ് ഒരുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറെ പേർക്ക് അംഗീകരിക്കുമായിരിക്കും. എന്നാൽ അത് അങ്ങനെ അംഗീകരിക്കാത്ത ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ പ്രവൃത്തി മൂലം അത് അങ്ങനെ നിഷേധിക്കുന്ന ആൾക്കാരും ധാരാളമായിട്ടുണ്ട്. കർത്താവ് ഒരുവൻ നമ്മൾ വായ കൊണ്ട് പറഞ്ഞാലും പ്രവൃത്തി കൊണ്ട് അത് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. വായ കൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അതിന്റെ നിഷേധാത്മകമായ ഒരു കാര്യമുണ്ട്. ഉള്ളിലും നമുക്ക് നിഷേധിക്കാതിരിക്കണമെങ്കിലാണ്, വായ കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെങ്കിലാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതാണ് ആദിമ കാലഘട്ടങ്ങളിൽ സഭയിലെ വിശുദ്ധന്മാര് പറഞ്ഞത്, അല്ലെങ്കിൽ ശിഷ്യന്മാര് പറഞ്ഞത്, ഒരുവന് കർത്താവ്, യേശു കർത്താവ് എന്ന് പറയണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിൽ അല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, സ്നാനത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, അനേക രീതിയിലുള്ള സ്നാനങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ സഭയുടെ സ്നാനം, ഉപദേശം എന്ന് പറയുന്നത് ഒറ്റ സ്നാനം എന്നുള്ള ഒരു സ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം. അതാണ് നമ്മുടെ സ്നാനം, നമ്മുടെ പഠിപ്പിൽ. ഒറ്റ സ്നാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
ശിശു സ്നാനം എന്നല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരാൾ അവന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മതി, വേറെ സ്നാനം അവന് ആവശ്യമില്ല എന്നുള്ളതാണ്. സ്നാനത്തിലൂടെ പരസ്യമായൊരു സാക്ഷ്യമാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മറന്നുപോകാൻ. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ സ്നാനം വളരെ വളരെ പ്രശ്നമേറിയ ഒരു കാര്യമായിട്ട് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാം. പല ഇടങ്ങളിലും നമുക്ക് പരസ്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മക്കളെ പരസ്യമായിട്ട് സ്നാനപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ഒരാൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ വിട്ടു എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സ്നാനപ്പെടാതെ ഏതൊരാൾക്കും പള്ളിയിൽ വരുന്നതിന് മറ്റു വിഭാഗക്കാർക്ക് യാതൊരു വിധമായ തടസ്സങ്ങളുമില്ല. എപ്പോൾ അവർ സ്നാനം സ്വീകരിക്കുന്നു അപ്പോഴാണ് പ്രശ്നം. അന്നേരമാണ് അതൊരു ഒരിടത്തുനിന്ന് മാറി അടുത്ത് സ്വീകരിച്ചു എന്നതിന്റെ തെളിവായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സ്നാനം എന്ന് പറയുന്ന ഒറ്റ സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപദേശം സൈസയുടെ ഉപദേശം അനുസരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരിക്കൽ സ്നാനപ്പെട്ടാൽ അവന് വീണ്ടും സ്നാനത്തിന് ആവശ്യമില്ല. പ്രായമുള്ള ആളുകൾ ആദ്യമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആൾക്കാർ ഈ ഉപദേശം കേട്ടതിന് ശേഷമാണ് എന്തെങ്കിലും സ്നാനപ്പെടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സാധാരണ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് പല സമയങ്ങളിലും വിവാഹ സംബന്ധമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് ഇതര വിശ്വാസങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസത്തിൽ വരുന്ന ആൾക്കാരെ കല്യാണത്തിന്റെ പേരിൽ നമ്മൾ സ്വീകരിക്കും. അച്ഛന്മാരും കമ്മിറ്റിക്കാരെല്ലാം എന്ത് ചെയ്യും, ഉപദേശിമാരെല്ലാം റെക്കമെൻഡ് ചെയ്യും, അപ്പം കൊള്ളാം ഇവനെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞ് അതിന് അനുമതി തരണമെന്ന് പറഞ്ഞ് വിടും. ഞാൻ അതിൻ്റെ അകത്ത് എഴുതാറുണ്ട്, ഇവൻ എന്ത് ചെയ്യണം, ഇവനെ സ്നാനപ്പെടുത്തണം, ഇവന് സ്നാനത്തിന്റെ ഉപദേശം കൊടുക്കണമെന്ന് എഴുതാം. എത്ര പേര് അത് കൊടുക്കുന്നുണ്ടെന്ന് അറിയും. സ്നാനത്തിന് ഉപദേശം എന്ത് ചെയ്യാറില്ല, പലപ്പോഴും അവർക്ക് കിട്ടാതെയാണ് എന്ത് ചെയ്യുന്നത്, അവര് വിവാഹത്തിനായിട്ട് വരുന്നത്, ഇവിടെ വന്ന് പ്രതിജ്ഞയ്ക്കെടുത്ത് പോകുന്നത്. അനന്തരഫലം എന്താണ്, വീണ്ടും അവന് നമ്മൾ എന്ത് ചെയ്തില്ല, ഈ സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കാത്തതുകൊണ്ട്, അവർക്ക് കൊടുക്കാത്തതുകൊണ്ട് അവരെ പഴയ വിശ്വാസം തന്നെയാണ് അവർ. അത് വളരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രായമുള്ള ആളുകൾ വിശ്വാസം സ്വീകരിക്കുമ്പോൾ സഭയിൽ വരുമ്പോൾ അവരെ സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്താണ് സ്നാനം എന്നുള്ളതിനെ കുറിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. ഹിന്ദു വിശ്വാസമാണെങ്കിലും മറ്റ് ഏതെങ്കിലും വിശ്വാസമാണെങ്കിലും അത് ചെയ്തില്ല. അപ്പൊ ചെയ്താൽ മാത്രമേ അവർക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റും. 2-3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അന്തർലീനമാണ്. ഒന്ന്, അവരുടെ പഴയ വിശ്വാസത്തെ അവര് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. പഴയ വിശ്വാസത്തെ അവരെന്ത് ചെയ്യുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ അവർ ഉപേക്ഷിക്കും. ആ പഠിപ്പീര് അവർക്ക് കിട്ടിയില്ലെങ്കിൽ, അവരെ അപ്രകാരം പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അതും കൂടെ വെച്ചാണ് അവരെന്ത് ചെയ്യും ഇവിടെ വരുന്നത്. ബാക്കിയെല്ലാം ചുമ്മാ ജൽപ്പനം പോലെ അവർ പറഞ്ഞിട്ട് പോകും. അത് നമ്മുടെ സഭയ്ക്ക് വളരെ വലിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകും. സ്നാനം എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമാണ്. ആ സ്നാനത്തെക്കുറിച്ചുള്ള വളരെ വസ്തുനിഷ്ഠമായ സഭയുടെ ഉപദേശം വരെ പഠിപ്പിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ദൈവങ്ങൾക്ക് മക്കളെ തരുമ്പോൾ അവരെ എത്രയും വേഗത്തിൽ നമ്മൾ കർത്താവിന്റെ പക്ഷം ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മറന്നുപോകും. പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആ കൊച്ചിന് വിശ്വാസമില്ലല്ലോ എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കും. അതല്ല നമ്മുടെ ഉപദേശം. ആ കൊച്ചിനെ നമ്മൾ ദൈവത്തിന്റെ പൈതലായിട്ട് നമ്മൾ സ്വീകരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് ആ പൈതലിനെ ദൈവ പൈതലായിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഈ പൈതൽ ദൈവ പൈതലാണെന്നുള്ള കാര്യം അവനെ അല്ലെങ്കിൽ അവളെ ദിനംതോറും പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചിത സമയം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ദൈവ പൈതൽ എങ്ങനെയെല്ലാം ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഉപദേശം കൊടുത്ത് അവരെന്ത് ചെയ്യുന്നു, അവരെ തിരികണത്തിനായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് വേണ്ട രീതിയിൽ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മുടെ ആൾക്കാർ സ്നാനമേൽക്കാനായിട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും പോയി സ്നാനമേറ്റാൽ നമ്മുടെ ഉപദേശം അനുസരിച്ച് അവരെ മുടക്കാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്യുന്നു, അവർ പോകുന്നു, സ്നാനപ്പെടുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് വരുന്നു. സ്നാനപ്പെട്ടത് മോശമായിപ്പോയി അല്ലെങ്കിൽ തെറ്റായിപ്പോയി എന്നുള്ള അവർ സമ്മതിക്കാതെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് നമ്മുടെ ഉപദേശം എന്ന് പറയുന്നത് സ്നാനം ഒന്നാണ്. ഒറ്റ കർത്താവും ഒറ്റ സ്നാനം. ഇന്ന് നമുക്ക് പരിചിതമാണ്. ഒറ്റ രാജ്യം, ഒറ്റ തിരഞ്ഞെടുപ്പ്, ഒറ്റ പൗരത്വം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെയല്ല ഇത് കർത്താവ് ഒരുവനും കർത്താവിലുള്ള ഒരു സ്നാനം. അത് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധ വചനം വായിച്ച് ധ്യാനിച്ച് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതും അത് ഗ്രഹിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളുമായി നമുക്ക് ബന്ധമില്ലാതെ പോകുന്നതുകൊണ്ട്, ലേഖനവേദം നമ്മൾ വായിച്ചപ്പോൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ
നമ്മുടെ അകത്തെ മനുഷ്യൻ വചനസംബന്ധമായിട്ട് അറിവില്ലാത്തവനാകുന്നത് കൊണ്ട്, അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ അല്ലെ ദൈവത്താൽ ശക്തിപ്പെടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനോധർമ്മം അനുസരിച്ച്, ഈ ലോകത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അനന്തരഫലം എന്ന് പറയുന്നത് ലോക മനുഷ്യരും സഭാ മനുഷ്യരും തമ്മിൽ യാതൊരു അന്തരവുമില്ലാതെ പോകുന്നു. ലോക മനുഷ്യരും ക്രിസ്ത്യാനികളും തമ്മിൽ യാതൊരു വിധമായ വ്യത്യാസമില്ലാതെ പോകുന്നു. യഥാർത്ഥത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് വേദപുസ്തകം പറഞ്ഞു. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ്. ലോക മനുഷ്യരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആൾക്കാർ മാറി നിന്ന് വരുന്ന ഒരു കൂട്ടമാണ് രക്ഷിക്കപ്പെടുന്ന കൂട്ടം എന്ന് പറയുന്നത്. ഇവിടെ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ സഭയിൽ അവിടുത്തെ സംസാരങ്ങൾ വ്യത്യാസമുണ്ട്, അവിടുത്തെ രീതികൾ വ്യത്യാസമുണ്ട്, അവിടുത്തെ ചിന്താഗതികൾ വ്യത്യാസമുണ്ട്. എല്ലാം വ്യത്യാസമാണ്. ലോകത്തിന് നിരക്കാത്തതാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മൂല്യവും ലോകത്തിൻ്റെ മൂല്യങ്ങളും തമ്മിൽ യോജിച്ചു പോകുന്നതല്ല. ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ലോകവും സഭയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ പോകുന്നു. അതാണ് ഏറ്റവും വലിയ പരാജയം എന്നുള്ളത്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് ഒരുവൻ എന്ന് പറയുമ്പോൾ ആ ഒരു കർത്താവിനെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ പോകേണ്ടതാണ്. ആ കർത്താവിനെ കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോകേണ്ടതാണ്. അതുകൊണ്ട് വചന വായന വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ വർഷം നമ്മൾ തുടങ്ങിയിരിക്കാവുന്നല്ലോ. കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ വചനം അറിയുവാൻ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ അറിയുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കും. ദൈവത്തോടുള്ള നമ്മുടെ ആ ബന്ധം ദൃഢപ്പെടുത്താൻ നമ്മൾ സ്നാനത്തിൽ നമ്മൾ സ്നാനത്താൽ ആരായിത്തീർന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മൾ വചനം വായിക്കും. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് നമ്മൾ കർത്താവിൻ്റെ പാതയെ നമ്മൾ യാത്ര ചെയ്യേണ്ടതാണ്. അതിനും ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമായി തീരുവാൻ ദൈവം നമുക്കിടയാകും. അങ്ങനെ പോകുമ്പോൾ മാത്രമേ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. അത് നമുക്കിടയായി തീരട്ടെ. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. വചന വായന, പ്രാർത്ഥനയും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് നമുക്കും യോശുവയോട് ചേർന്ന് പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബം അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ? എത്ര പേര് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തരത്തില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയും, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയും, നമ്മുടെ ഭർത്താവിന് വേണ്ടിയും, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും, നമ്മുടെ അച്ഛന് വേണ്ടി, നമ്മുടെ വിദേശിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ പിന്നെ ആരെ പ്രാർത്ഥിക്കും അല്ലേ? നമ്മുടെ പ്രാർത്ഥിച്ചാൽ വേറെ ആരും പ്രാർത്ഥിക്കാനില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് നമ്മുടെ ദൈവനാമമായിട്ടുള്ള വ്യക്തിപരമുള്ള ബന്ധമാണ്. ഈ കാലഘട്ടങ്ങളിൽ ആധുനിക ലോകത്തിൽ ദൈവനാമമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായ ബന്ധം ദൃഢപ്പെടുത്താനായിട്ട് യോശുവയുടെ പ്രസ്താവന നമുക്ക് ഓർക്കാം. അതിന് നമ്മളെ ശക്തിയിരിക്കുന്ന തിരുവചന വായന നമുക്ക് മുടങ്ങാതെ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ഏകാഗ്രമായി വായിച്ച് മനസ്സിലാക്കി അതിൻപ്രകാരം ജീവിപ്പാട് കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം. പുതുവർഷം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം ബോധവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുന്നതാകട്ടെ.